നിങ്ങൾ താമസിക്കാൻ വേണ്ടി ഒരു വീട് വാങ്ങണോ അതല്ല റെന്റിന് താമസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ. ഐ എം രാകേഷ്, ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് കോസ്റ്റ്ലൈൻ അസറ്റ്സ് ബയേഴ്സ് ഏജൻസി. എനിക്ക് മോർ ദാൻ 15 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ സ്ട്രാറ്റജിക് ബൈയിങ് ആൻഡ് നെഗോസിയേഷൻസ്. ഐ വാസ് എൻ എക്സ് KPMG, ഐ വാസ് എൻ എക്സ് ANZ. ഞാൻ എൻ്റെ പാസ്റ്റ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസിൽ ഐ ഹാവ് പർച്ചേസ് മോർ ദാൻ $1 billion ഓഫ് പ്രൊക്യൂർമെൻറ്റ് പോർട്ട്ഫോളിയോ. Over the last 2 years, I'm operating as a licensed buyer's agent and I'm also a property advisor. നിങ്ങളെ പോലെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ ആണ് നമ്മുടെ ബിസിനസ് ഇന്ന് സഹായിക്കുന്നത്. ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ദ മെയിൻ മിഷൻ ദാറ്റ് വി ഷെയർ ത്രൂ ദിസ് യൂട്യൂബ് ചാനൽ ഈസ്, നമ്മൾ ഈ പ്രാക്ടീസിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമുക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങളുടെ കൂടെ വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുക ആൻഡ് റിയലി എംപവറിങ് യു ഗൈസ് വിത്ത് ദ റൈറ്റ് ഇൻഫർമേഷൻ ഇൻ ദിസ് ഓസ്ട്രേലിയൻ മാർക്കറ്റ്. നിങ്ങൾ താമസിക്കാൻ വേണ്ടി ഒരു വീട് വാങ്ങണോ അതല്ല റെന്റിന് താമസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. ദേ ഫീൽ ഫോഴ്സ് ടു ബൈ എ ഹോം ടു ലിവ് ഇൻ ആൻഡ് ദേ ഫീൽ ഫോഴ്സ് ടു ഗെറ്റ് ഇൻ ടു ദ പ്രോപ്പർട്ടി ലാഡർ. ആ പ്രോപ്പർട്ടി ലാഡറിൽ കയറാൻ വേണ്ടി മാത്രം താമസിക്കാൻ വേണ്ടി ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസ് അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 30 വർഷക്കാലത്തോളം അവർക്ക് ഒരു മോർഗേജ് ട്രാപ്പിലോട്ട് അകപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് ദ റിയൽ ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, നിങ്ങൾ മെൽബൺ, ബ്രിസ്ബെയിൻ അല്ലെങ്കിൽ പെർത്ത് പോലെയുള്ള വൺ ഓഫ് ദ മെട്രോസിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ടുള്ള ആക്സസ് അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ $1 million അല്ലെങ്കിൽ $1.5 million മേലെയാണ് അവിടുത്തെ ഹൗസിംഗ് മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ താമസിക്കാൻ വീട് വാങ്ങണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് താമസിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റെൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ഫെയിലിയർ അല്ല. അത് റെൻറ്റിന് താമസിക്കുക എന്ന് പറയുന്നത് ഒരാൾ എടുക്കുന്ന അയാളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു റൈറ്റ് സ്ട്രാറ്റജി ആയിട്ടാണ് റെൻവെസ്റ്റിങ്ങിനെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ വീട് വാങ്ങുന്നത് അവോയ്ഡ് ചെയ്യല്ല, യു ആർ ബിൽഡിങ് യുവർ വെൽത്ത് റൈറ്റ് സ്ലോലി സോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇനഫ് ക്യാഷ് അല്ലെങ്കിൽ ഇനഫ് വെൽത്ത് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഡ്രീം ഹോം ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് പ്രൂവൺ സ്ട്രാറ്റജിയാണ് റെൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു ലൈക്ക് എവറി സിംഗിൾ വീഡിയോ വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ത്രൂ 5 simple points. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിന്റ് നമ്പർ 1. നിങ്ങളുടെ ഒരു മോർഗേജ് പ്രിസണിൽ അകപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു എക്സ്പെൻസീവ് മാർക്കറ്റുകളിൽ, പ്രോപ്പർട്ടി മാർക്കറ്റുകളിൽ $1.5 million മേലെയുള്ള വീടുകൾ വാങ്ങുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ എല്ലാ സേവിങ്സുകളും കൊണ്ടുപോയിട്ട് ഈ വീടിന് ഡെപ്പോസിറ്റ് ആയിട്ടിടും. നിങ്ങൾ വലിയൊരു എമൗണ്ട് ബാങ്കിൽ നിന്ന് അടുത്ത 30 വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കും. എന്നിട്ട് പലപ്പോഴും ഒരു ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് ആൾക്കാർക്ക് അവരുടെ ഡ്രീം ഹോം ആയിരിക്കില്ല. ദർ വിൽ ബി സം കോംപ്രമൈസസ്. ആ ഒരു മാർക്കറ്റിലോട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലോട്ട് താമസിക്കാൻ വേണ്ടി അവർ പ്രോബ്ലി ആ വീടിൻ്റെ ഏജ് അല്ലെങ്കിൽ വീടിൻ്റെ കോൺഫിഗറേഷൻ ചെറിയ കോംപ്രമൈസസ് ചെയ്തിട്ടാണ് അവർ വീടുകൾ വാങ്ങുക. ആൻഡ് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്, ഞങ്ങൾക്ക് 5-6 വർഷം കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്ക് വിറ്റ് അല്ലെങ്കിൽ ഇത് റെൻറ്റിന് കൊടുത്തുകൊണ്ട് ഒരു ഡ്രീം ഹോം വാങ്ങാമല്ലോ എന്നുള്ളതാണ്. അത് പലപ്പോഴും അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറാറുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിന്റ് നമ്പർ 2. നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റി പെട്ടെന്ന് ക്യാപ്ഡ് ഔട്ട് ആവും. നിങ്ങൾക്കൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സർവീസബിലിറ്റി ആണുള്ളത്. അത് നിങ്ങളുടെ ഇൻകം ബേസ് ചെയ്തുകൊണ്ടും നിങ്ങളൊരു പാർട്ട്ണർ ആണെന്നെങ്കിൽ ഫാമിലിയിൽ എത്ര ഇൻകം ഉണ്ട് എന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡെയിലി ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഓർ ദ എക്സ്പെൻസസ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് സർവീസബിലിറ്റി ആണ് നിങ്ങൾക്കുള്ളത്. അത് എല്ലാം കൊണ്ടുപോയി തുടക്കത്തിൽ തന്നെ ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ഗ്രോ ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റിയെ നിങ്ങൾ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മുടെ പ്രോപ്പർട്ടി ഗ്രോ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്കത് പിന്നീട് അതിനെ വേറൊരു പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് ഡ്രീം ഹോമിലോട്ട് മാറാമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രോപ്പർട്ടി ഗ്രോ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയിലായിരിക്കും നിങ്ങളുടെ ഡ്രീം ഹോം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഹോം ഉള്ള ലൊക്കേഷനും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങളൊരു ഡ്രീം ഹോമിലോട്ട് അല്ലെങ്കിൽ ഒരു സ്വപ്ന വീട് ഫ്യൂച്ചറിൽ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പോയിന്റ് നമ്പർ 3,
ഇതിൽ നിങ്ങൾ റെന്റ് വെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് റെൻറ്റിന് താമസിക്കാൻ നേരത്ത് യു ക്യാൻ ലിവ് ഇൻ എനി ലൊക്കേഷൻസ് ദാറ്റ് യു വാണ്ട് ടു, റൈറ്റ്? നിങ്ങൾക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നിങ്ങളുടെ ജോലി സ്ഥലത്തിനടുത്ത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ യു ക്യാൻ ലിവ് ഫോർ റെൻറ്റ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതുപോലെയുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രീമിയം പോക്കറ്റ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും the monthly rentals will be much lower than the mortgage of owning that property here. Point number 4, rent vesting-ന്റെ അടുത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ആണ് ഒരു ഗ്രേറ്റർ വെൽത്ത് ജനറേഷൻ. കാരണം ബാങ്ക്സ് എപ്പോഴും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസിന് വേണ്ടി ദേ ഗീവ് ടു ലെൻഡ് മോർ. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു ഇൻകം സ്ട്രീമും കൂടി ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ സോ ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ മണി ദാറ്റ് യു ലെൻഡ് ഔട്ട് ഫ്രം ദ ബാങ്ക് ഇൻ great investment properties in the right pockets, അത് ജനറേറ്റ് ചെയ്യുന്ന വെൽത്ത് വുഡ് ഓൾവേസ് ബി മോർ ദാൻ ദ വെൽത്ത് ദാറ്റ് യു വുഡ് ജനറേറ്റ് ത്രൂ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസ്. കാരണം നിങ്ങൾ വീട് വാങ്ങുന്നത് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗ്രോത്ത് നോക്കിയിട്ടല്ല. പലപ്പോഴും നിങ്ങൾ നല്ല ലൊക്കേഷനുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഒക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും വീട് വാങ്ങുന്നത്. അതിന് പകരം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് റൈറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ ചാൻസസ് ഓഫ് മേക്കിംഗ് മോർ വെൽത്ത് ഈസ് മോർ. അപ്പോൾ താമസിക്കാൻ വീട് വാങ്ങണോ അല്ലെങ്കിൽ റെൻറ്റിന് താമസിക്കണോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിക്കൊള്ളണം എന്നില്ല. ബിക്കോസ് ഒരു വീട് എന്ന് പറയുന്നത് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ഇൻവോൾവ് അറൗണ്ട് ഇറ്റ്, അല്ലേ? നിങ്ങളുടെ ഫാമിലി, നിങ്ങളൊരു ഫാമിലിയെ ബിൽഡ് ചെയ്യാണ്, ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാണ്. സോ എൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിൽ ഐ എം നോട്ട് ടച്ചിങ് ദ ഇമോഷണൽ സൈഡ് ഓഫ് തിങ്സ്. അതിൽ ഐ കനോട്ട് ഇൻഫ്ലുവൻസ് യു. അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഇമോഷൻസ് ആണ്. മൈ വീഡിയോ ഈസ് മെയിൻലി ഫോക്കസ് ടുവേർഡ്സ് ദ ഫിനാൻഷ്യൽ സൈഡ്. നിങ്ങൾ ഈ ഒരു ഡിസിഷനെ ഫിനാൻഷ്യൽ എലമെൻറ്റിലൂടെ നോക്കിക്കാണുമ്പോൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് റെൻറ്റ് വെസ്റ്റിംഗ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എ ഫെയിലിയർ സ്ട്രാറ്റജി. റെൻറ്റിന് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ അല്ല, അത് പലപ്പോഴും ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. Thank you very much once again. Signing off. See you in the next video.